ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താണ് ഞായറാഴ്ചയായിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തോന്നൽ വരുമല്ലോ. അങ്ങനെ സാന്ദ്രയ്ക്ക് വന്നൊരു തോന്നലാണ് നമുക്ക് ഹെയർ ഒന്ന് കളർ ചെയ്യാമെന്ന്. അപ്പം ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കഴിക്കാനൊക്കെ പോയിരുന്നു. അപ്പം നമ്മൾ അതിലെക്കൂടെ തിരിഞ്ഞിരുന്ന് കുറേ കടകളിലൊക്കെ നോക്കി. നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല. ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളറും കിട്ടുന്നില്ല. അതുകൊണ്ട് സാന്ദ്ര ഒറ്റ മൈൻഡിൽ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു ഹൈലൈറ്റിംഗ് കിറ്റാണ് ഇത്. സോ ഇത് മറ്റേ ക്യാപ്പച്ചിനോ ബ്രൗൺ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. സോ ഇത് നമ്മുടെ മുടിയിൽ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാവും എന്താണെന്നൊന്നും അറിയത്തില്ല. സാന്ദ്രയുടെ ഒറ്റ മൈൻഡ് തോന്നി സാന്ദ്ര ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമാണ്. നമ്മൾ സാധാരണ മലയാളികളാണല്ലോ, നീയാ പെട്ടെന്ന് നമ്മളും കൂടെ പെടുത്തും ആ ഒരു മൈൻഡാണ്. കിട്ടുന്നവർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്, അത് അച്ചറ പിടിച്ച് ചെയ്യും. സോ ഇതിനു മുന്നേ നമ്മളൊരു കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ഒന്നും അങ്ങോട്ട് വർക്കായില്ല. ആ സാധനം മുടിയിൽ ഇങ്ങനെ കളർ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ടൈലിനൊക്കെ നല്ല കളറായിരുന്നു. സോ അതുകൊണ്ട് ഇത് അങ്ങനെ ആവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്. കുറച്ചൊക്കെ നമുക്ക് സാന്ദ്രയ്ക്ക് അറിയാം, ബാക്കി നമ്മൾ ബാക്കിയുള്ള യൂട്യൂബും മറ്റേ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന മുടി ഇനി എങ്ങനെ ആകുമ്പോൾ എന്നൊരു ഐഡിയ ഇല്ല. അവസാനം ഒരു ഡൈ മേടിച്ച് തേക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. സോ ഏതായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്നും എങ്ങനെയായിരിക്കുന്നതെന്നും ഒക്കെ. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ബോക്സ് ആണ്. അതിനകത്ത് വരുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് അലൂമിനിയം ഫോയിൽ വരുന്നുണ്ട്, അതുപോലെ ഡെവലപ്പർ ഉണ്ട്, പിന്നെ നമുക്ക് ബ്രഷ് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ഉണ്ട് ഇതിനകത്ത്. നോർമൽ ഗ്ലൗസ് അല്ല ആക്ച്വലി വരുന്നത്, നല്ല ഗ്ലൗസ്, നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആണ് വരിക. പിന്നെ ബ്ലോൺ പൗഡർ ഉണ്ട്, 2 പാക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. 2 പാക്കറ്റ് വേണമെങ്കിൽ നമ്മൾ 2 പേര് ചെയ്യുന്നതുകൊണ്ട് 2 പാക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് യൂസർ മാനുവൽ വരുന്നുണ്ട്, എല്ലാവരും നോർമലി കിട്ടുന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് ഈ ഇവരുടെ സ്റ്റിക്സിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളർ എങ്ങനെയാണ് വരണം എന്നുള്ളൊരു ഫോട്ടോയും കൂടെ വരുന്നുണ്ട്. ബാക്ക് സൈഡിലുണ്ട്. ബാക്ക് സൈഡ് സെയിം തന്നെയാണ് വരുന്നത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കളർ ക്യാപ്പച്ചിനോ ബ്രൗൺ ആണ് കേട്ടോ. അതെ, ക്യാപ്പച്ചിനോ ബ്രൗൺ ഈ കളറാണ് വരുന്നത്. ഈ കളർ ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. ഇതിന്റെ പകുതികളിൽ എത്തിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടത് സ്റ്റെപ്പ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഒരു ബോക്സ് ഉണ്ട്. അതെ, സെക്കൻഡ് സ്റ്റെപ്പ് ബോക്സ് ഉണ്ട്. ഇതിനകത്ത് 3 സാധനങ്ങളാണ് വരുന്നത്. ഒന്ന് ഡെവലപ്പർ ആണ്, നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ഒരു ബോട്ടിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് മെയിൻ സാധനം കളർ വരുന്നുണ്ട്. പിന്നെ അതെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണർ വരുന്നുണ്ട്, സ്ട്രീക്സിന് ഒരു കണ്ടീഷണർ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പം ഇനി നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ ഗൈസ്, ഫസ്റ്റ് നമ്മൾ എന്തത് ബ്ലോണ്ടർ പൗഡർ പൊടി പറക്കുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പൗഡർ കണ്ടില്ലേ. നെക്സ്റ്റ് ഡെവലപ്പർ. അപ്പോൾ നല്ല മറ്റേ ക്രീം കേക്ക് പോലെ ഇരിക്കുന്നു, കണ്ടില്ലേ. ദിസ് ഈസ് ഡെവലപ്പർ. സാന്ദ്ര വളരെ പ്രൊഫഷണലായിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത്. സോ ഇനി ഇത് മിക്സ് ചെയ്യണം. ഇതാണ് ഫോയിൽ പേപ്പർ, സ്ട്രിക്സിൻ്റെ. ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ മുടിയിൽ ഇങ്ങനെ ചെയ്തിട്ട് മടക്കി ഒതുക്കി വെക്കുക. നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതാണിത്, കണ്ടില്ലേ. സോ ഇങ്ങനത്തെ വലിയ പാക്കറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പർ സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. സോ ഗായ്സ്, ഫോയിൽ പേപ്പറൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എത്ര മുടി പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ടോ അത്രയും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ തലയിൽ 7 മുടി, അതുപോലെ തന്നെ സാന്ദ്രയുടെ 7 മുടി, അങ്ങനെ പോർഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഇത് ബ്ലീച്ച് ചെയ്യാൻ പോവാണ് തല. ഓക്കെ, ബ്ലീച്ച് ചെയ്യുന്നത് നല്ലതൊന്നും അല്ല, നമുക്കറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ ഇതൊക്കെ മേടിക്കുന്നവർ അവനവൻ്റെ സ്വന്തം റിസ്കിൽ മേടിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. പിന്നെ ഈ ബ്ലീച്ചിൻ്റെ അതെ. സോ ഗൈസ്, മറ്റേ ഏത്തക്ക പഴുപ്പിക്ക ഇട്ടേക്കുന്ന പോലെ ഓരോന്നോരോന്നിങ്ങനെ കൊലയിട്ടിട്ടേക്കുന്നുണ്ടോ. നമ്മളിത്
ബ്ലീച്ച് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ആക്ച്വലി ബ്ലീച്ച് ചെയ്യാനൊന്നും ഇല്ലെന്ന് അറിഞ്ഞൂടെ. എന്നാണെങ്കിൽ നല്ല ഊളം മണമാണ്. മീരയുടെ മുടി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം മീരയുടെ മുടിയിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കളർ വന്നിട്ടുണ്ട്. അതുണ്ടല്ലോ, എനിക്കത് കാണാൻ പറ്റിയപ്പോൾ കണ്ടോ. മീരയെ നമ്മൾ ഒന്നും വെറുതെ വിട്ടില്ല. മീരയുടെ 5 സ്ട്രിപ്സ് എടുത്താണ് ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലേ, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലീച്ച് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഹെയർ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ കളർ ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് നമുക്ക് ക്യാപ്പച്ചീനോ കളർ ശരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നോക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ സാന്ദ്രയുടെ മുടിയിലും ചെയ്തിട്ടുണ്ട്. സാന്ദ്രയുടെ മുടിയാണ് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഹെയർ അഴിച്ചിടുമ്പോൾ സാന്ദ്രയുടെ മുടിയാണ് കേട്ടോ. കണ്ടില്ലേ? അതുപോലെ പിന്നെ ബ്ലാക്ക് ഹെയറിനോട് ഇതിടുമ്പോൾ കറക്റ്റ് അറിയാം. ഗഡില്ലി ഇതുണ്ട് മീരയുടെ മുടിയുടെ കളർ ഉണ്ട് ഗൈസ്. ഇത് ഉണ്ട്, നല്ല രീതിക്ക് മീരയ്ക്ക് കളർ വന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളിനി കളർ കലക്കാൻ പോവുകയാണ് ഗൈസ്. സോ ഫസ്റ്റ് ഡെവലപ്പർ ഇടാൻ പോവാണ്. അതെ, ഞാൻ ഡെവലപ്പറാണ്. കളർ ക്യാപ്പച്ചീനോ ബ്രൗൺ അത് നമ്മൾ ഇടാൻ പോവാണ്. സൂപ്പർ, പൊട്ടിച്ചിട്ടില്ല. യെസ്, പകുതിയായിട്ടില്ലേ ഏകദേശം? മതിയല്ലോ. എക്സിറ്റ് വെല്ല ആരും ഒന്നും വിചാരിക്കാം ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ്. സോ അതെ, സാന്ദ്ര നിങ്ങളൊരു കാര്യം ചെയ്യാം, എൻ്റെ ഈ മൂച്ചിലും കൂടെ ആടി. മൂച്ചിലും പേച്ചിലും പൊയ്സൊല്ലാനാണ്. കളർ കൂടുന്നു. മീരയുടെ മുടിയുണ്ടോ ഗൈസ്? മീരയുടെ മുടിയുണ്ടോ? പക്ഷെ നല്ലൊരു ഡ്രൈ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ബ്ലീച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുന്നത്. ചകിരിയെ പിടിച്ച പോലെ ഉണ്ട്. ഈ മുടിയിലാണ് നമ്മളിത് ചേർക്കാനായിട്ട് പോകുന്നത്. മീരയ്ക്ക് നമ്മളിങ്ങനെ കളർ ഇട്ട് കൊടുക്കുകയാണ്. സാന്ദ്രയാണ് തേച്ച് കൊടുക്കുന്നത്. സാന്ദ്രയുടെ ഗ്ലൗസിലിട്ട് നോക്കൂ ഗൈസ്. ഗ്ലൗസിൽ ഇതായോ? വയലറ്റ് കളറാണ് ഇവിടെ അടിച്ചല്ലേ? അതെ, ഞാനിതൊന്ന് പിടിച്ചിട്ട് കളർ തേക്കുന്ന ആൾ, ഹെൽപ്പർ, ഏറെയാകുന്ന ആൾ ആരാണ് ഞാൻ? അതെ, ഇതുപോലത്തെ കളറൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത ഡ്രസ്സുകൾ എടുത്തിടാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സേ മുഴുവനാവും. ചന്തയുടെ വടിവാള് കണ്ടോ നിങ്ങൾ? മീരൊക്കെ ഉണ്ട് മറ്റേ പഴിപ്പിക്കേട്ടേക്കുന്നത്. മീരയുടെ പഴിപ്പിക്കേട്ടേക്കുന്ന കണ്ടോ? നീ ഇപ്പൊ എന്റെ കണ്ടോണം. എന്താ കളർ ചെയ്യുന്നുണ്ട്? അത് ഇതിന്റെ ഫൈനലൊക്കെ എന്തായിരിക്കും? ഇത് വലിയ കളറൊന്നും കാണും. ചിലപ്പോൾ വെയിലത്ത് പോയി നിന്നാ കാണാൻ പറ്റുമായിരിക്കും. ഇതിൽ നമ്മൾ ബ്ലീച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഹെയറിൽ ഇപ്പം ചെയ്യുന്നതിൽ ജസ്റ്റ് കളർ വെച്ചിട്ട് മിച്ചം വന്നപ്പം തയ്ക്കണ്ടേ, പൈസ കൊടുത്തല്ലേ. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എല്ലാം പൊതിഞ്ഞ് വെക്കുന്നതല്ലേ, വീടെ എല്ലാം പൊതിഞ്ഞ് വെക്കും. മീരയുടെ തല കഴുകുന്നത് സാന്ദ്ര. കഴുകി കണ്ടീഷണർ എടുക്കണം. കണ്ടീഷണർ കൊടുക്കാൻ പോകട്ടെ കേട്ടോ. കുപ്പിച്ചു കൊടുക്കുന്നു മീരനെ സാന്ദ്ര. കുപ്പിച്ചു കൊടുക്കുന്നു.
ആ നല്ല മണമുണ്ട്. ഇതൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് പറഞ്ഞേക്കുന്നത്. ചിലപ്പം കളർ ഇതായിട്ടുള്ള സ്ഥലം കുറവാണ്. ചേച്ചി നേരെ ഈ പാക്കറ്റ് അങ്ങോട്ട് ഇടുവാണ്. അത് വീണ്ടും വന്നു. ചെല്ലാതിരല്ലേ പാട്ട് പാടി കുളിപ്പിക്കുന്നു സാന്ദ്ര. നമ്മൾ മീരയുടെ മുടി വാഷ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേ മീരയുടെ മുടി ഇങ്ങനെ കളർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ? കറക്റ്റ് കാണാൻ പറ്റും, നേരിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ കഴുകിയതേ ഉള്ളൂ, അപ്പം അതിൻ്റെ ഒരു നനവുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും സോ ആദ്യമായിട്ടൊരു പരിപാടി ചെയ്തിട്ട് അത് വിജയിച്ചു. ഗൈസ് കളർ വന്നു ഗൈസ്, കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. അതുണ്ടല്ലേ ഇവിടെ നിങ്ങൾ ഫൈനലി ഞങ്ങളൊരു സംഭവം ചെയ്തിട്ട് ആദ്യമായിട്ടൊന്ന് വിജയിച്ചു ഗൈസ്. കളർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ അങ്ങനെ കാണില്ല, വീഡിയോയിൽ അങ്ങനെ കാണാൻ കുറച്ചുകൂടെ മീരയുടെ കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ? ആ അങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാം, ചെറുതായിട്ടൊക്കെ അറിയാം ഗൈസ്. ഫോണിൽ കാണുന്ന പോലല്ല കേട്ടോ, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. നല്ലതായിട്ട് കളർ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഹെയർ നല്ല അടിപൊളിയായിട്ട് കളർ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പരിപാടി വിജയിച്ചു. ഇനി ഹെയർ കളർ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ്. ഓക്കെ. മീരാനാഥിന്റെ ഓൾറെഡി മീരാനാഥിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ കളറ്? നമുക്ക് ഇടയ്ക്ക് മുട്ടൊന്നും ഇച്ചിരി ഇച്ചിരി ചെയ്തത്, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ഫ്ലോപ്പ് ആകുമെന്നൊരു പേടിച്ചാണ് ചെയ്തത്. പക്ഷേ ഇതുപോലെ വിജയിക്കും ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഗൈസ്. സോ ഏതായാലും കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ? ഡെയിലി നമ്മളൊരു ക്യാപ്പച്ചീനോ ബ്രൗൺ എന്ന കളർ അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഹെയർ എല്ലാം കളർ ചെയ്ത് ആദ്യമായിട്ട് പരിപാടി ജയിച്ചതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അശ്വതി ഇല്ലാതായി പോയി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അശ്വതിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹെയർ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ, ബൈ ബൈ.